പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന ഒറ്റപ്പാലം മേഖലയിൽ ആരംഭിച്ചു. താലൂക്ക് തല സബ് RTO ഓഫീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പ് നടത്തിയാണ് പരിശോധന പുരോഗമിക്കുന്നത്. ആദ്യ ദിനത്തിൽ ഒറ്റപ്പാലം മേഖലയിൽ 28 വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഇതിൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിയ 9 വാഹനങ്ങൾ ന്യൂനതകൾ പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ തിരിച്ചയച്ചു. വേഗപ്പൂട്ട്, GPS എന്നിവ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതും ടയറുകൾക്ക് അമിത തേയ്മാനം സംഭവിച്ചതും ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാലാണ് ഈ ബസ്സുകൾ തിരിച്ചയച്ചത്. സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE സ്കൂളുകളിലെ വാഹനങ്ങളാണ് പരിശോധന നടത്തിയത്. വാഹനത്തിന്റെ പൊതുവായ പ്രവർത്തനക്ഷമത, പഴക്കത്തിനനുസരിച്ചുള്ള അറ്റകുറ്റപ്പണികൾ എന്നിവയോടൊപ്പം വേഗപ്പൂട്ട്, GPS, പ്രഥമ ശുശ്രൂഷ കിറ്റ്, അഗ്നിശമന ഉപാധികൾ എന്നിവയും കൃത്യമായി പരിശോധിച്ചു. സ്കൂൾ ബസ്സുകളിൽ GPS ഘടിപ്പിച്ച് വിദ്യാവാഹൻ ആപ്പിലൂടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച വാഹനങ്ങളാണ് പരിശോധിച്ചത്. ഫയറിന്റെ കുട്ടി കാലിബ്രേഷൻ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. കണ്ടിട്ട് വെച്ചിട്ടുണ്ടല്ലേ? ഹാൻഡ് ബ്രേക്ക് റെഡിയാണ്. സീറ്റ് ബെൽറ്റ് ഉണ്ടോ? സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഫോണൊന്നും അടിച്ച് പരിശോധനയിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തുന്ന വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ചെക്ക്ഡ് OK എന്ന പ്രത്യേക സ്റ്റിക്കർ പതിപ്പിച്ചു. ജൂൺ മാസത്തിൽ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഈ സ്റ്റിക്കർ ഇല്ലാത്ത ഒരു സ്കൂൾ ബസ്സും സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. 2026 പുതിയ അധ്യയന വർഷം തുറക്കുന്നതിന് മുമ്പോടിയായിട്ട് ഒറ്റപ്പാലം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ മൺസൂൺ കാല പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഒറ്റപ്പാലം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളൊക്കെ 2 മേഖലകളായി തിരിച്ചാണ് പരിശോധന നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ശനിയാഴ്ച ഒറ്റപ്പാലം താലൂക്കിലുള്ള ഒറ്റപ്പാലം ഭാഗത്തുള്ള വാഹനങ്ങൾക്കും 20-ാം തീയതി അടുത്ത ബുധനാഴ്ച ചെർപ്പളശ്ശേരി ഭാഗത്തുള്ള സ്കൂളുകൾക്കുള്ള വാഹനങ്ങളുടെയും പരിശോധനയാണ് നമ്മൾ നടത്തുന്നത്. പരിശോധന ഏകദേശം 9 മണി മുതൽ തുടങ്ങിയിട്ടുണ്ട്. വിദ്യാവാഹന ആപ്പിൽ രജിസ്റ്റർ ഉണ്ടാവണം, സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമാണോ നോക്കുക, അതുപോലെ GPS ലൊക്കേഷനൊക്കെ കറക്റ്റ് ആണോ നോക്കുക, അതുപോലെ ജനറലായിട്ടുള്ള മറ്റു പരിശോധനകളും കൂടെയാണ് നമ്മളോട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പരിശോധനകൾ തൃപ്തികരമായ വാഹനങ്ങൾക്ക്, തൃപ്തികരമെന്ന് കണ്ടെത്തുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ഇവിടെ തന്നെ സ്റ്റിക്കർ നൽകുന്നുണ്ട്. തൃപ്തികരമല്ലാത്ത വാഹനങ്ങൾ മടക്കി വെച്ച് വീണ്ടും അവരെ ഡിഫക്റ്റുകൾ പരിഹരിച്ച് വരുന്ന മുറയ്ക്ക് നമ്മൾ വീണ്ടും അവർക്ക് പരിശോധന നടത്തിയ സ്റ്റിക്കറുകൾ നൽകുന്നതായിരിക്കും. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PJ റെജി, അശോക് കുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ KS സഗീർ, അരുൺ R സുരേന്ദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ചെർപ്പളശ്ശേരി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധന മെയ് 20 ബുധനാഴ്ച ചെർപ്പളശ്ശേരി ശബരി സെൻട്രൽ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും. വാഹന പരിശോധനയ്ക്ക് പുറമെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കുമായി പ്രത്യേക സുരക്ഷാ പരിശീലനവും വരും ദിവസങ്ങളിൽ നൽകും. സ്നേഹത്തിന്റെ ഏറ്റവും മനോഹരമായ തുടക്കത്തിന് സ്വർണത്തിന്റെ ശോഭയിൽ മെയ് 14 മുതൽ 17 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ.